കാസർഗോഡ് കുമ്പള അനന്തപുരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിൽ പൊട്ടിത്തെറി ഒരാൾ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു എന്നും അറിയാൻ കഴിയുന്നു. സാരംഗ് തത്സമയം ചേരുകയാണ് ഈ സംഭവ സ്ഥലത്ത് നിന്നും. സാരംഗ്, എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു ഈ തീ പടർന്നു പിടിച്ചത്? അതിൽ ഒരാൾക്ക് അന്ത്യം സംഭവിച്ചു എന്ന വിവരങ്ങൾ വരുന്നു. എത്ര പേർ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്? ആ ഒരു ഗോഡൌണിനകത്തായിരുന്നു ഈ സ്ഥാപനത്തിലെ, ഈ പ്ലൈവുഡ് സ്ഥാപനത്തിലെ ബോയിലർ ഉണ്ടായിരുന്നത്. അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഒരു കൂട്ടം പ്രഷർ കുക്കറുകൾ ചേർന്ന വലിയ അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു തന്നെയാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്ഫോടനത്തിന്റെ ശബ്ദം ഏകദേശം 13 കിലോമീറ്ററോളം ദൂരെ കേൾക്കുകയുണ്ടായി. സമീപ പ്രദേശത്തുണ്ടായ വീടുകൾക്കൊക്കെ തന്നെ സാരമായി കേടുപാടുകൾ പറ്റുന്ന ഒരവസ്ഥയുണ്ടായി. ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ബഹുഭൂരിപക്ഷവും ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു. അതിൽ ഒരു തൊഴിലാളി മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. അതോടൊപ്പം തന്നെ അതീവ ഗുരുതരാവസ്ഥയിലുള്ള 3 പേരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റാളുകളെയൊക്കെ തന്നെ കാസർഗോഡും കുമ്പളയിലുമുള്ള സ്വകാര്യ ആശുപത്രിയിലൊക്കെ തന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അവർക്കാരും തന്നെ സാരമായിട്ടുള്ള പരിക്കുകൾ എല്ലാം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ ഓടിക്കൂടിയെത്തിയത് ഇവിടെയുള്ള യുവാക്കളാണ്. ചേട്ടാ, വരുന്ന സമയത്ത് എന്താ കണ്ടത്? വരുമ്പോൾ സമയത്ത് കണ്ടതല്ല, ഇവിടെ ഫയർഫോഴ്സ് തീയൊക്കെ അണയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മളും ശബ്ദം കേട്ടിട്ടാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ശബ്ദം കേട്ടിട്ടാണ് എണീറ്റത്. ആദ്യം വിചാരിച്ച് ഭൂമി കുലുങ്ങി എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട് മൊത്തം അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഫോൺ വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ 6 പേര് മംഗലാപുരം ഹോസ്പിറ്റലും 2 പേര് കുമ്പള ഹോസ്പിറ്റലും കൊണ്ടുപോയി എന്നാണ് അറിഞ്ഞത്. ആംബുലൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഒരാൾ മരിച്ചു എന്ന് പറയുന്ന കേട്ട് പിന്നെ തീയൊക്കെ അണയിക്കുന്നുണ്ട്. എല്ലാം ഇപ്പം ഇവിടെ ഓക്കെയാണ് എല്ലാം. പക്ഷെ അങ്ങനെ ഗുരുതര പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായിട്ട് ഇവിടുന്ന് ആശുപത്രികളിലേക്ക് മാറ്റി. എല്ലാവരും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രജീഷ്, ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് തൊഴിലാളികളെ പൂർണ്ണമായും മാറ്റാൻ സാധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിരിക്കുന്നു എന്നതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റി ഇപ്പോൾ രക്ഷാപ്രവർത്തന ദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ തൊഴിലാളികൾ അകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതായുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാസർഗോഡും പരിസര പ്രദേശങ്ങളിൽ നിന്നുമുള്ള അഗ്നിശമന സേനയുടെ സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദ്രുതകർമ്മ സേന ഇവിടെ എത്താൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെ ഏറ്റവും ഒടുവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. NDRFന്റെ ഒരു എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസ്, അതോടൊപ്പം തന്നെ കുമ്പളയിലെ നാട്ടുകാരും ചേർന്നുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തന ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രജീഷ്, അത്യന്തം ദാരുണമായ സംഭവമാണ്. കാസർഗോഡ് കുമ്പളയിലാണ് അനന്തപുരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിൽ പൊട്ടിത്തെറി ഉണ്ടായത്. ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുഷ്കരമായിട്ടുള്ള രക്ഷാ ദൗത്യമായിരുന്നു. ഇനിയും ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന പരിശോധനയിലേക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സംഭവ സ്ഥലത്ത് നിന്നും സാരംഗ് സുരേഷ് റിപ്പോർട്ട് ചെയ്തത്. അത്യന്തം തീവ്രമായിട്ടുള്ള ഒരു തീപിടുത്തമായിരുന്നു. അതിനുശേഷം ഇനി അതിൻ്റെ കാരണങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള പരിശോധനയിലേക്ക് അല്പസമയത്തിനകം പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് അവിടെ നിന്നും പലരെയും ഇപ്പോൾ പുറത്തേക്ക് എടുക്കുക. അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നോക്കുകയാണ്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അവിടെ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഇപ്പോൾ മാറ്റുകയാണ്. അതിൻ്റെ ഇടയിലേക്ക് ആരെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടോ തുടങ്ങിയ ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നാട്ടുകാരും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി സജീവമായി രംഗത്തുണ്ട്.